ഞാനിപ്പോൾ നിൽക്കുന്ന മലേൻ്റെ നേരപ്പുറത്ത് രണ്ട് ചങ്ങന്മാരുണ്ട്. ഇവിടെ നിന്നാലും താഴേക്ക് പോയാലും അപ്പോൾ ഇന്ന് നമ്മളുടെ യാത്ര വയനാട് അമ്പലവയലുള്ള അമ്പുകുത്തി മലയിലേക്കാണ്. അമ്പുകുത്തി മലയിലെ അത്ഭുത കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വഴി തന്നെയാണോ മേലേക്ക്? കേറിക്കൊണ്ടിരിക്കണേ ഞങ്ങളിപ്പോ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. പെരുമഴ ഇതവിടെ വരാൻ പറ്റില്ല കേട്ടാ. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അമ്പലവയലിലെ അമ്പുകുത്തി മലയിലേക്കാണ് ഗൈസ്. ഓ അത് കുത്താനുള്ള കയറ്റം കേട്ടോ. എന്താ വഴിയില്ലേ? വഴിയില്ല. നൈസായിട്ട് വഴി തെറ്റിന്ന് തോന്നുന്നു. അപ്പുറത്തുള്ള വഴിയാന്ന് തോന്നുന്നു. യെസ് യെസ്. കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാടാണ് ഗൈസ്. കാട് കാട് കൊടുങ്കാട്. ചക്ക കയറി പോണുണ്ട്. അതെ ഒക്കെ തിരിച്ചറിയണ്ടല്ലോ. നമ്മൾ ട്രക്കിങ് തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ മുകളിലേക്ക് പോകാൻ കൃത്യമായിട്ട് വഴികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ള വഴി കാണുന്നതിൽ കൂടെയൊക്കെ നടന്ന് ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെ പോവുകയായിരുന്നു ചെയ്തത്. വേറെ ഗുണാക്കേവ് കണ്ടുപിടിക്കാൻ പോകാറ്. ഇത് വേറെ ഗുണാക്കേവാണ്. ഗൈസ് നിങ്ങളെ കുട്ടിയേട്ടനാണെങ്കിൽ പെങ്ങളെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ്. നാളെ പെരുന്നാളായതുകൊണ്ട് കുട്ടിയേട്ടൻ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. അടിപൊളി. ഇതുവരെ നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയില്ല. അയ്യോ ഒരുപാട് ദൂരല്ലെങ്കിലും വയറ് കുത്തനുള്ള കയറ്റാട്ടോ. ശരിയല്ല. പിന്നെ നല്ല മഴ പെയ്താൽ ഇങ്ങോട്ട് ടാസ്ക് ആവൂലടാ. തിരിച്ചിറങ്ങുമ്പോൾ മഴ പെയ്താ സീനാവോ? ഞങ്ങൾ താഴെ നിന്ന് ട്രക്കിങ് തുടങ്ങുമ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മലേൻ്റെ ഏകദേശം ടോപ്പിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ സൂര്യരശ്മികളൊക്കെ വരുന്നതാണ്. ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ലേ? ഓ മാൻ, ഇതൊക്കെ നമ്മൾ കീഴടക്കും അല്ലേ? ഇതിലേറ്റവും വലിയ മണ്ടത്തരം ഞങ്ങൾക്ക് പറ്റിയത് ഹെൽമെറ്റ് കയ്യിലെടുക്കുന്നതാണ്. ഇത്രയും കയറാനുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഓ മാൻ, അവിടെ നിന്ന് വ്യൂ ഓ ഏതാ മോനെ. കേരള
അവിടെ തീരെ പോയി കഴിഞ്ഞാൽ എന്തായാലും അമ്പൂത്തി മലേൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റ് ആയിരിക്കും തോന്നുന്നു. എന്തായാലും മടുത്ത് അല്ലേ? കളിക്കുന്നുണ്ടല്ലേ? വരുവാ വിടരുത്. ഏതാ എക്സ്പീരിയൻസ്? അതിനായിട്ട് നമ്മളെ പരിപാടി തന്നെ ഹിഡൻ ജംസ് കണ്ടുപിടിക്കലാന്ന് ഇല്ലടാ. ആരാ ടീം തുടക്കുന്നത്? ഇതൊന്നല്ല വഴിയിൽ തന്നെ. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഈ മലേൻ്റെ പാതി കീഴടക്കിയ ഒരു ആശ്വാസമായിരുന്നു. ആ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ അടിപൊളിയായിരുന്നു. എല്ലാ പോലെ ഇവിടെ നിന്നെങ്ങാനും താഴേക്ക് പോയാൽ ഓ ഗായ്സ് തീരും. ഇതാണ് റിയൽ അഡ്വഞ്ചർ. ചെക്കനത് തുഴയുന്നുണ്ട്, ഇറക്കൊന്നില്ലെങ്കിലും. ഞാനിപ്പോൾ നിൽക്കുന്ന മലേൻ്റെ നേരെ അപ്പുറത്ത് രണ്ട് ചങ്ങായിമാരുണ്ട് കേട്ടോ. ഒരു പകുതി വരെ കയറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എടാ മേലേക്ക് കയറാൻ പറ്റുമോ? പറ്റൂല? ആ ആണോ? ടാസ്കല്ലേ? എടാ അവിടെ രണ്ടുപേർ കയറിണ്ടാ മേലെ കൂടല്ലോരാ? എൻ്റെ മോനെ അതിൻ്റെ തുഞ്ചത്ത് രണ്ടുപേർ കയറിയേക്കുന്നത്. ഓ മാൻ. വയനാട് അമ്പൂത്തി മല ഒരു രക്ഷയില്ല. നമ്മളെ വയനാട് മൊത്തം 360 ഡിഗ്രിയിൽ ഇങ്ങനെ കാണാം. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഏതാണ് ഇവിടെ കയറി വരുത്ത് കുറച്ച് ടാസ്ക്കാണ്. നല്ല ട്രക്കിംഗ് ഉണ്ട്, പക്ഷേ കയറി വന്ന മോൻ സീൻ. ഈ പാറേൻ്റെ മുകളിൽ കൂടെയൊക്കെ പിടിച്ച് കയറാനാണെങ്കിലും തിരിച്ചിറങ്ങാനാണെങ്കിലും നല്ല റിസ്ക്കാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങാനും കയറാനൊക്കെ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇല്ല തിരിച്ചിറങ്ങുമ്പോ വഴി തെറ്റിച്ച് ജിഷ്ണു ഇങ്ങനെയൊക്കെ. ഈ ഹെൽമെറ്റ് ഇട്ട് എന്തിനാന്നറിയോ? കണ്ണില് മുള്ളൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇട്ടത്, വേറൊന്നിനല്ല.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുത്താം. അതെ. അയ്യോ മോൻ, ഹെൽമെറ്റ് ഇട്ട് ട്രക്കിങ്ങിന് പോകുന്ന നമ്മളെ പോലെ ഭ്രാന്തന്മാര്. എടാ ഇതറാ വഴി പൊട്ടാ, ഇതെന്തിനാ നമ്മളിതിൽ വന്ന്? അയ്യോ, ഇതിലെ വേറെ വഴി ഇടുന്ന പറഞ്ഞിട്ട് ആ നാറി എന്നെ ഇറക്കി കൊണ്ടുവന്നേന്ന്. നിക്കടാ. അങ്ങനെ അടുത്തൊരു ട്രക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.